ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിലെ വർക്കൗട്ടിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് ശനിയാഴ്ച ഞാൻ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മൾ 5 മിനിറ്റ് വാമപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം 5 ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോകൾ കയറി കാണണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് കണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു 2 ഡംബൽസും ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളും വെച്ച് മാത്രമാണ് ഞാൻ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ തുടരെയുള്ള വർക്കൗട്ടുകളിൽ തീർച്ചയായിട്ടും വെയ്റ്റുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഏകദേശം ഒരു 3 മാസത്തോളം ഈ വീഡിയോ ഇടാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ, നമുക്ക് സാഹചര്യങ്ങൾ ഒത്തു വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 മാസവും ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്ത്, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ഫോളോ ചെയ്ത് നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദിവസങ്ങളിൽ ഇങ്ങനെ ഡെയിലിയുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആരെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിട്ട് പൊതുവേ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കാം ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഇങ്ങനെ 90 ദിവസത്തെ ഒരു വർക്കൗട്ട് സീരീസ് ഒക്കെ, അതും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ. നമ്മൾ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. ആദ്യം ഞാൻ ചെയ്യുന്ന ട്രൈസെപ്സ് ടിപ്സാണ്. ഇത് ഞാൻ ചെയ്യുന്നത് 10 റെപ്സ് ആയിരിക്കും. ഓക്കെ, ഇത് 10 റെപ്സ് ചെയ്തതിന് ശേഷം ഞാനിത് സൂപ്പർ സെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇത് 10 റെപ്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തായിട്ട് ഡംബൽ വെച്ചിട്ട് ഡംബൽ കിക്ക് ബാക്ക് ചെയ്യും. അതും ഞാൻ 10 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കാം എൻ്റെ ഈ വർക്കൗട്ടിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് രീതി എന്ന് പറയുന്നത്. ട്രൈസെപ്സ് ഡിപ്സ് 10 റെപ്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ഡംബൽ വെച്ചിട്ട് കിക്ക് ബാക്കാണ് ചെയ്യുന്നത്. ഇതും 10 റെപ്സ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ട്രൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ 2 ഡംബിൾസാണ്. ഇത് ഒരു ഡംബലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 കിലോ അടുപ്പിച്ചാണ്. ഓക്കെ, ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു ഡംബലാണ്. അല്ലാതെ തന്നെ എൻ്റെ ഡംബിൾസും വെയിറ്റുകളും ഉണ്ട്. ഞാൻ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത കാരണമാണ് ഇത്രയും ചെറിയ വെയിറ്റ് ഉപയോഗിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ നമ്മുടെ സെറ്റിലോട്ട് പോവുകയാണ്. അതും ഇതേ കണക്ക് തന്നെ 10 റെപ്സ് ഡിപ്സ് ചെയ്യും, ട്രൈസെപ്സ് ഡിപ്സ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ ഡംബൽ കിക്ക് ബാക്ക് ചെയ്യും. ഞാൻ എൻ്റെ 3ാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സൂപ്പർ സെറ്റ് വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ എൻ്റെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. ഞാൻ മൊത്തം 5 വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. 2 സൂപ്പർ സെറ്റ് വർക്കൗട്ടുകളും അല്ലാതെ ഒരു വർക്കൗട്ടുമാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രൈസെപ്സും ബൈസെപ്സും ഞാൻ വലിയ വർക്കൗട്ട് ചെയ്യാറില്ല. കാരണം ഏകദേശം ഒരു 4ഓ 5ഓ വർക്കൗട്ടുകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഞാൻ വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്ന മസിൽ പാർട്സുകളല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ വർക്കൗട്ടുകൾ ചെയ്യാറില്ല. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ സൂപ്പർ സെറ്റ് വർക്കൗട്ടിലോട്ട് പോവാം. ആദ്യം ഞാൻ ചെയ്യുന്നത് പിരമിഡ് പുഷപ്സ് ആണ്. പിരമിഡ് പുഷപ്സ് 10 റെപ്സ് ചെയ്യും. അതിനുശേഷം ഉടൻ തന്നെ നമ്മൾ ഡംബൽസ് വെച്ചിട്ട് കിടന്നുകൊണ്ട് തന്നെയുള്ള ഒരു വർക്കൗട്ടുണ്ട്, അതും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതും 10 റെപ്സ് ചെയ്യും. അത് സിംഗിൾ ഹാൻഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, പിരമിഡ് പുഷപ്പ് 10 റെപ്സ് ചെയ്തു. അതിനുശേഷം ഈ വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ട്രൈസെപ്സിന് നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം ഇത് ഭാരം കുറഞ്ഞ ഡമ്പലൊക്കെ ആയതുകൊണ്ടാണ് നമുക്കിത് ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഭാരം കൂടിയ ഡംബൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യാറില്ല, കാരണം അത് എൽബോയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പരമാവധി വർക്കൗട്ട് ചെയ്യുന്നത് ഇഞ്ചുറീസിനെ മാക്സിമം വരാത്ത രീതിയിലായിരിക്കും എൻ്റെ വർക്കൗട്ട് രീതികളെന്ന് പറയുന്നത്. കാരണം ചില വർക്കൗട്ടുകളൊക്കെ നമുക്ക് എൽബോയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തന്നെ. അങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചിലത് ഞാൻ ഒഴിവാക്കാറുണ്ട്. ഓക്കെ, ഇത് 10 റെപ്സ് വെച്ചിട്ട് ഓരോ കയ്യിലും ചെയ്യും. അതിനുശേഷം വീണ്ടും ഉടൻ തന്നെ നമ്മുടെ സൂപ്പർ സെറ്റ് അടുത്ത വർക്കൗട്ടോട്ട് പോകും, പിരമിഡ് പുഷപ്സിലോട്ട് പോകും. അപ്പം രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് പിരമിഡ് പുഷപ്സ് 10 റെപ്സ് ചെയ്യും. ഈ പിരമിഡ് പുഷപ്സ് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് കൈ പിരമിഡിൻ്റെ രൂപത്തിലല്ല വെക്കുന്നത്, ഒരല്പം ഈ ഒരു പൊസിഷനിലായിരിക്കും ഞാൻ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് മാക്സിമം 10 റെപ്സ് ചെയ്യാൻ ശ്രമിക്കും. 3 സെറ്റും ഇതിനൊക്കെ കംപ്ലീറ്റ് 10 റെപ്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ ഫോളോ ചെയ്യാം. നമുക്കിപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളോ ചിലപ്പം കാണണമെന്നില്ല. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെഷീനറീസൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും അത്യാവശ്യം ഒരു നല്ല ഫിറ്റ്നസ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിന് ഡയറ്റും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ 6 ദിവസത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആവും. നാളെ സൺഡേ റെസ്റ്റ് ഡേ ആണ്. അപ്പം നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിലൊക്കെയുള്ള ഈ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മളെപ്പോലുള്ള ഇങ്ങനെയുള്ള ഫിറ്റ്നസ് പരമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉള്ള വീഡിയോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ വർക്കൗട്ടിൻ്റെ രണ്ടാമത്തെ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ നമ്മുടെ സൂപ്പർ സെറ്റ് വർക്കൗട്ടിൻ്റെ മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കുകയാണ്. ഇതും 10 റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, 10 റെപ്സ് ചെയ്തതിന് ശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സെറ്റ് വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും.
അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത വർക്കൗട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ട് ഞാൻ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ഇതോടെ ഫിനിഷ് ആവും. അപ്പോൾ ഇത് 3 സെറ്റാണ് ചെയ്യുന്നത്, 10 റെപ്സിൻ്റെ 3 സെറ്റ്. അപ്പം ഇത് ഞാൻ കാൽമുട്ട് താഴെ കുത്തിക്കൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഇതും കൂടെ ഇത് 10 റെപ്സ് ചെയ്യും. അതിനുശേഷം 2 സെറ്റും കൂടെ 10 റെപ്സിൻ്റെ ചെയ്യും. അപ്പം അതോടുകൂടി എൻ്റെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് പൂർത്തീകരിക്കും ഇന്നത്തെ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വർക്കൗട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ആ ബെൽ ബട്ടൺ നിങ്ങൾ ഒന്ന് അമർത്തി വെച്ചേക്കുക. കാരണം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. അപ്പം ഇനി അടുത്തായിട്ട് ഞാൻ 2ാമത്തെ സെറ്റ് 3ാമത്തെ സെറ്റ് 10 റെപ്സ് വെച്ച് ചെയ്യും. അതോടുകൂടി ഫിനിഷ് ആവുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.